നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 226 226. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 8 16-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത് ഇന്ന്. തസ്യാം സചാം ഭൂരുഹകർണികായാം അവസ്ഥിതോ ലോകം അപശ്യമാന പരിക്രമൻ വ്യോംനി വിവൃത്തനേത്ര ചത്വാരി ലേഭേനുദിശം മുഖാനി. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ആ താമര കർണികയിൽ, കർണിക എന്ന് പറഞ്ഞാൽ താമരയുടെ ഉള്ളിൽ ഒരു 8 അണയുടെ വട്ടത്തിൽ മഞ്ഞ നിറത്തിൽ ഒരു ഭാഗമുണ്ട്. അതാണ് കർണിക. ആ താമരക്കർണികയിൽ ഇരിക്കുന്ന ആ ദേവൻ ലോകത്തെ കാണാത്തവനായി എന്ന് പറഞ്ഞാൽ സദാസമയത്തും ധ്യാനമാണ്. അപ്പോൾ ബാഹ്യലോകം കാണില്ല. നമ്മൾക്ക് അരനിമിഷം കണ്ണടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ശീലിച്ചു നമ്മൾ ഇൻ ജനറൽ ടു. അപ്പോൾ വ്യാപരിക്കുന്നവനായി, കാണാത്തവനായി, വ്യാപരിക്കുന്നവനായി, ആകാശത്തിൽ വ്യാപരിക്കപ്പെട്ട കണ്ണുകളോടുകൂടിയവനായിട്ട് ആകാശത്തിലേക്ക് അർദ്ധനീലിമ, കണ്ണിൻ്റെ കൃഷ്ണാമണി പോരുണ്ടാവും മേലോട്ട്. പ്രദോഷയോ വെളുപ്പ് ഭാഗ്യേ കാണുള്ളൂ, കറുത്ത കൃഷ്ണാമണി കാണില്ല. കണ്ണുകളോടുകൂടിയവനായിട്ട് ദിക്കുകളെ അനുസരിച്ച്, കാണാത്ത ആൾക്കാർക്ക് ദിക്കുകൾ, ശബ്ദം ഏത് ഭാഗത്തു നിന്നാണ് കേട്ടത്? മുൻഭാഗത്തു നിന്നാണോ, പിൻഭാഗത്തു നിന്നാണോ, ഇടതുഭാഗത്തു നിന്നാണോ, വലതുഭാഗത്തു നിന്നാണോ? അപ്പോൾ ദിക്കുകളെ അനുസരിച്ച് 4 മുഖങ്ങളെ ലഭിച്ചു. ഇവിടെ ബ്രഹ്മാവിൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത്. പക്ഷേ വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് 5 തല ഉണ്ടായിരുന്നു. ഒന്ന് പരമശിവൻ നുള്ളിക്കളഞ്ഞതാണെന്ന് ഒരു കഥയുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകണില്ല. ഇപ്പം നമുക്ക് 4 തല മതി, അങ്ങനെ പറയാം. ഈ തലയല്ല ആവശ്യം, എന്തൊക്കെ ഉപദേശങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാണ്ട് ജിയോഗ്രാഫിയോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി വൈസോ അല്ല നമുക്കറിയേണ്ടത്. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയുമ്പോൾ, ആ താമരയുടെ മധ്യത്തിലിരിക്കുന്ന ബ്രഹ്മദേവൻ പൂർവസൃഷ്ടമായ ലോകം എവിടെ എന്ന് നോക്കി. ഞാൻ ഇതിൻ്റെ മുമ്പേ സൃഷ്ടിക്കപ്പെട്ട ലോകം എവിടെ നോക്കി, പക്ഷെ കണ്ടില്ല. കണ്ട നാളത്തെ തിരിച്ചുകൊണ്ട് 4 ഭാഗത്തും മേൽഭാഗത്തും ലോകദർശനത്തിനു വേണ്ടി നേത്രങ്ങളെ വ്യാപരിപ്പിച്ച് 4 ദിക്കും ഏകകാലത്തിൽ കാണാൻ തക്ക വിധം ആണ് ശ്രമിച്ചത്. അപ്പോഴാണ് 4 മുഖങ്ങളുണ്ടായത്. ഒരേ സമയത്ത് 4 ഭാഗത്തും കാണാൻ സാധിക്കണം. ഈ റൊട്ടേറ്റിംഗ് ക്യാമറയുണ്ട്, വീടുകളിലൊക്കെ വയ്ക്കും, മനസ്സിലായില്ലേ? ഈവൻ ഇപ്പോൾ ഈ റീൽസ് ഉണ്ടാക്കണവർക്കും യൂട്യൂബേഴ്സിനും ഒരു ഡിവൈസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ ക്യാമറ എനിക്ക് ഫേസായിട്ട്, അതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ് പറയുക. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതായത് ഇപ്പോൾ ഈ ഫോണിൻ്റെ പിന്നെ എന്താണെന്ന് പറയുക, സെൻട്രൽ ആയിരിക്കണം എൻ്റെ തല വരുന്നത്. അത് ഇങ്ങനെ ചെരിഞ്ഞാൽ അതിനനുസരിച്ച് ഈ ക്യാമറ ലെഫ്റ്റ് ഭാഗത്തേക്കാണെങ്കിൽ ലെഫ്റ്റ് ഭാഗത്തേക്ക്, റൈറ്റ് ഭാഗത്തേക്ക് തിരിയും. അങ്ങനെയൊക്കെയുള്ള ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആദ്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാനിതൊക്കെ പറഞ്ഞത്.
അപ്പോൾ പിന്നെ അപ്പോൾ പറഞ്ഞു, അല്ലയോ വിതുര, അല്ല സോറി, ഞാൻ അത് എവിടെ ഒരു മിനിറ്റ്, ഞാൻ പേജ് മറിച്ചു. അതെ, ഒരു മിനിറ്റ്. അതെ, അപ്പോൾ കാണാൻ തക്ക വിധം അപ്പോൾ 4 മുഖങ്ങൾ ഉണ്ടായിന്ന് പറഞ്ഞു. ഇനി നമുക്ക് 17ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. തസ്മാദ്യുഗാന്തസ്വസനാവഘൂർണ ജലോർമിചക്രാത്സലിലാദ്വിരൂഢം ഉപാശ്രിത കഞ്ചമുലോകതത്വം ന ആത്മാനം അദ്ധാവിദദാതിദേവാ. തസ്മാദ്യുഗാന്തസ്വനനാവഘൂർണ ജലോർമിചക്രാത്സലിലാദ്വിരൂഢം ഉപാശ്രിത കഞ്ചമുലോകതത്വം ന ആത്മാനമദ്ധാവിദദാതിദേവാ. ഇതാണ് ശ്ലോകം. അപ്പോൾ അതിൽ പറയണു, യുഗാവസാനത്തിലുണ്ടായ കാറ്റിനാൽ ഇളകിമറിയുന്ന തിരമാലകളുടെ സമൂഹത്തോടു കൂടിയ, അതായത് യുഗാന്ത സ്വസന ഘൂർണജലോർമിചക്രാത്. ഈ വാക്കുകൾ 2-3 ഒന്നായിട്ട് എടുത്തിട്ട് അർത്ഥം പറഞ്ഞത്. അത് അങ്ങനെ നോക്കിയാൽ യുഗാന്ത എന്നുള്ളത് ഇത് ഇവിടെ എവിടെ കിട്ടുന്നത്? തസ്മാത് യുഗാന്ത, അതാണ് തസ്മാത് യുഗാന്ത എന്നാണ്. തസ്മാത് യുഗാന്ത അല്ല, അവിടെ തെറ്റുപറ്റിയത്. അപ്പോൾ തസ്മാത് യുഗാന്ത, യുഗാന്ത സ്വസനാവഘൂർണ ജലോർമിചക്രാത്, അത്രയും വരും. പക്ഷേ ആ തസ്മാത് എന്നുള്ളത് അവിടെ വേറെ നിന്നു. അപ്പോൾ ഇവിടെ എന്താ, ഞാൻ ശ്ലോകം തെറ്റി വായിച്ചോ എന്ന് ചിലപ്പോൾ ഒരു ശങ്ക വരാം നമുക്ക്, പ്രൊണൗൺസിയയിലേ തെറ്റിദ്ധാരണ വരാം. അപ്പോൾ യുഗാവസാനത്തിലുണ്ടായ കാറ്റിനാൽ ഇളകിമറിയുന്ന തിരമാലകളുടെ സമൂഹത്തോടു കൂടിയ ആ ജലത്തിൽ നിന്ന് ഉത്ഭവിച്ചതായ ലോകത്തിൻ്റെ സാരാംശമായിരിക്കുന്ന താമരയെ, ഇപ്പോൾ താമര പോയിട്ട് എന്തായി? ലോകത്തിൻ്റെ സാരാംശമായിരിക്കുന്ന താമരയോട് ഉപമിച്ചു എന്ന് മാത്രം, അല്ലാണ്ട് അതൊരു താമര ഇല്ല അവിടെ. ആശ്രയിച്ചിരിക്കുന്ന ആദ്യനായ ആ ദേവൻ, അതായത് ബ്രഹ്മാവ്, തന്നെ ശരിയായിട്ട് അറിഞ്ഞതേയില്ല. അതായത് അവരവരെ തന്നെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യുക? തന്നെ ശരിയായി അറിഞ്ഞില്ല. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം വരും. ശ്രീനാരായണനെ ഉപാസിച്ചതിനാലുണ്ടായ ജ്ഞാനപ്രകാശത്തെ ആശ്രയിച്ചാണ് ബ്രഹ്മാവിന് ലോകസൃഷ്ടി സാമർഥ്യമുണ്ടായത്. സ്വതയല്ല എന്ന് കാണിപ്പാൻ ബ്രഹ്മാവിൻ്റെ സമ്മോഹാവസ്ഥ എന്ന് പറഞ്ഞാൽ മായയിൽ കൊടുങ്ങുന്നർത്ഥം, സമ്മോഹാവസ്ഥയെ ആദ്യമായി വിവരിക്കുന്നു. പ്രളയകാലം അവസാനിക്കാറായപ്പോൾ ഉണ്ടായ കൊടുങ്കാറ്റു നിമിത്തം ഇളകിമറിയുന്ന അന്തമില്ലാത്ത തിരമാലകളോടുകൂടിയ ജലത്തിൽ നിന്നുണ്ടായ താമരയിലിരിക്കുന്ന ആദിദേവൻ ലോകത്തിൻ്റെ തത്വസ്വരൂപമായിരിക്കുന്ന ഈ താമരയെക്കുറിച്ചും തന്നെക്കുറിച്ചും ശരിയായ ജ്ഞാനം പ്രകാശിക്കാത്തവനായി തന്നെ ഇരുന്നു. ഈ താമര ഏതാ, ഞാൻ ആരാ, ഒന്നും മനസ്സിലായില്ല. പിന്നെയാണ് അദ്ദേഹം ഈ താമരനാളത്തെ കൂടെ എൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടി പോവുകയാണ്. എത്രയോ ദിവസം യാത്ര ചെയ്തു, കണ്ടില്ല, മനസ്സിലായില്ല. എന്നിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ കുണ്ഠിതം തോന്നി. അപ്പോൾ ഒരു ശബ്ദം കിട്ടുന്ന 2 അക്ഷരം, തപസ് ചെയ്യൂ. പിന്നെ കുറേ കാലം തപസ് ചെയ്തു. ഇതാണ് ശരിക്കുള്ള വിവരണം ഭാഗവതത്തിൽ. എന്നിട്ടാണ് നമ്മളെ പേരിൻ്റെ ഒപ്പം ബ്രഹ്മശ്രീ വെച്ച്, ഞാൻ ആരാ? ബ്രഹ്മശ്രീ. ഏകമായിരിക്കുന്ന പരബ്രഹ്മം ത്രിവിധമായി പിരിഞ്ഞു എന്ന് പറയുന്ന
ബ്രഹ്മാവ് പറയണു എനിക്ക് ആദിനാരായണനെ പറ്റി മനസ്സിലായിട്ടില്ല, എനിക്ക് എന്നെ പറ്റിയിട്ടൊന്നും മനസ്സിലായിട്ടില്ല. എങ്ങനെ ഇതിനെ കോറിലേറ്റ് ചെയ്യുക? അതുകൊണ്ടാണ് പറഞ്ഞത്. 18ാമത്തെ ശ്ലോകം. കയേഷയോ അസാവഹമബ്ജപൃഷ്ഠ ഏതൽ കുതോ വാബ്ജമനന്യദപ്സു അസ്തിഹ്യധസ്താദിഹ കിംചനൈതദ്ധിഷ്ഠിതം യത്ര സദാനുഭാവ്യം. ഇതാണ് ശ്ലോകം. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ, താമരയിൽ യാതൊരുവൻ ഇരിക്കുന്നുവോ, ഈ ഞാൻ ആരാകുന്നു? ജലത്തിൽ മറ്റൊന്നിനോടും കൂടാതിരിക്കുന്ന, ജലം മാത്രമേ ഉള്ളൂ, വേറെ താമരയില്ല. ഒരു താമരയുണ്ട്, അതിൽ ഇദ്ദേഹം ഇരിക്കണം. അപ്പോൾ ഞാൻ ആരാകുന്നു? ജലത്തിൽ മറ്റൊന്നിനോടും കൂടാതിരിക്കുന്ന ഈ താമര എവിടെ നിന്നുണ്ടായി? കുത, ഇവിടെ താഴത്തായിട്ട് ഇതിൻ്റെ അധിഷ്ഠാനമായിട്ട് ഏതോ ഒന്ന് ഉണ്ട് നിശ്ചയം. ഈ താമര എവിടുന്നാണ് വന്നത് അറിയണ്ടേ? യാതൊന്നിൽ ഇരിക്കുന്നതായിട്ട് ഊഹിക്കത്തക്കതാകുന്നു. ഏതോ ഒന്നിൽ നിന്നാണ് പുറപ്പെട്ടുള്ളത് താമര. അതിൻ്റെ ഭാവാർത്ഥം, ആദിദേവനായ ബ്രഹ്മാവിനുണ്ടായ അറിവില്ലായ്മയുടെ സ്വരൂപത്തെ വിവരിക്കണം. ബ്രഹ്മാവിന് അറിവില്ല എന്നുള്ളത് പിന്നെ വ്യാസരൻ മനസ്സിലാക്കിയിട്ട് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഈ താമരയെ ആശ്രയിച്ചിരിക്കുന്നതായ ഞാൻ ആരാകുന്നു? മറ്റു യാതൊന്നുമില്ലാതിരിക്കുന്ന ഈ ജലത്തിൽ ഈ താമര എവിടെ നിന്ന് ഉണ്ടായി? ഇതിൻ്റെ താഴത്തായിട്ട് ഇതിനും ആശ്രയമായിരിക്കുന്ന ഏതാനും ഒരു വസ്തു ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ അധിഷ്ഠാനമായിട്ടൊരു വസ്തുവിനെ ആശ്രയിക്കാതെ അധിഷ്ഠേയമായിരിക്കുന്ന ഒരു വസ്തു ഉണ്ടാകാൻ തരമില്ല. കാരണമില്ലാണ്ട് കാര്യം ഉണ്ടാവില്ല, കാര്യമില്ലാണ്ട് കാരണം ഉണ്ടാവില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അധിഷ്ഠേയമായിരിക്കുന്ന ഒരു വസ്തു ഉണ്ടാകാൻ തരമില്ലല്ലോ. കാര്യസ്വരൂപമായി കാണപ്പെടുന്ന ഒരു സാധനത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായ ഒരു കാരണദ്രവ്യമുണ്ടായിരിക്കണമെന്നുള്ള വിചാരമാണ് ബ്രഹ്മാവിന് ഉണ്ടായ ബോധസ്വരൂപം എന്ന സാരം. ഇത് നമ്മൾക്കും ബാധകമാണ്. നമ്മൾക്കൊരു ബോധസ്വരൂപം വേണം. എന്തിനെങ്കിലും നമ്മൾ വിചാരം ചെയ്യണം, വികാരം കൊള്ളാതെ കണ്ട്. അത് സത്സംഗത്തിൽ നിന്ന് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? 19ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. സ ഇത്തം ഉദ്വീക്ഷ്യ തദബ്ജനാള നാഡീഭിരന്തർജലമാവിവേശ ന അർവാഗതസ്ഥൽ ഘരനാളനാളനാഭിം വിജന്യസ്തദ വിന്ദതാജഹ. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, അവൻ ഇപ്രകാരം ആലോചിച്ചിട്ട് ഉദ്ദീക്ഷ്യ, ഇത്തം ഉദ്ദീക്ഷ്യ ആ താമരയുടെ നാളത്തിലുള്ള ദ്വാരങ്ങളിൽ കൂടെ ജലമധ്യത്തെ പ്രവേശിച്ചു. ആ താമരത്തണ്ടിൻ്റെ ഉറവിടത്തെ തിരിയുന്നവനായിരുന്ന ബ്രഹ്മാവ് സകല ഭാഗത്തും ഗതനായിട്ടും കൂടെ എത്ര ദൂരം പോകാൻ പറ്റുമോ അത്രയൊക്കെ പോയിട്ടുണ്ട്. അതിനെ പ്രാപിച്ചില്ല. അതിൻ്റെ അധിഷ്ഠാനം എവിടെയെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതിൻ്റെ 2 വരി ഭാവാർത്ഥം. ഇങ്ങനെ ആലോചിച്ച്, എങ്ങനെ? ഇതിൻ്റെ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ആലോചിച്ച് നിശ്ചയിച്ച ബ്രഹ്മദേവൻ ആ താമരത്തണ്ടിൻ്റെ ദ്വാരങ്ങളിൽ കൂടെ ജലാന്തർഭാഗത്തിൽ പ്രവേശിച്ചു. അതിൻ്റെ ഉൽപ്പത്തി സ്ഥാനം ഏതെന്ന് തിരഞ്ഞു, കണ്ടില്ല. സംശയം. അടുത്ത ശ്ലോകം 20. എന്താ പറഞ്ഞത്? തം അസ്യപാരേ വിദുരാത്മസർഗം വിജന്യതോ അഭൂത് സുമഹാം സ്ത്രീണേമി യോ ദേഹബാജാം ഭയമീരയാണ പരീക്ഷിണോത്യായുരജസ്യ ഹേതി. അതിൻ്റെ വാക്കാർത്ഥം പറയണു. ഹേ വിദുര, മൈത്രേയരാട്ടോ സംസാരിക്കണത്. ഹേ വിദുര, കര കാണാതിരിക്കുന്ന അന്ധകാരത്തിൽ
തന്നെ സൃഷ്ടിച്ചവനെ തിരിയുന്നവൻ്റെ ഏറ്റവും മഹത്തായ കാലം കഴിഞ്ഞു. യാതൊന്ന് ദേഹം ധരിച്ചവർക്ക് ഭയത്തെ ഉണ്ടാക്കി തീർക്കുന്നതായ ഭഗവാന്റെ ആയുധമായിട്ട് ആയുസ്സിനെ ക്ഷയിപ്പിക്കുക. ആയുസ്സിനെ ക്ഷയിപ്പിക്കുക, അതിന് ഒരു പരീക്ഷയിപ്പിക്കുക. മനസ്സിലായോ? അതിനൊക്കെ തയ്യാറാവണം നമ്മൾ. ഭഗവാന്റെ പരീക്ഷണങ്ങളെ ഫേസ് ചെയ്യാനും അത് വിജയശ്രീലാളിതനായിട്ട് മോക്ഷേശ്വമായിട്ട് തന്നെ ഇരിക്കാനും അതിൽ ലെസ് ദാൻ ദാറ്റ് എനിക്ക് വേണ്ട എന്ന് പറയാൻ സാധിക്കണം. അപ്പോൾ പുനരഭി ജനനം പുനരഭി മരണം ഇല്ലാത്തൊരവസ്ഥേനെയാണ് ഈ മോക്ഷാവസ്ഥ എന്നൊക്കെ പറയുക. അപ്പോൾ ഭഗവാന്റെ പരീക്ഷ അത് നമ്മൾ വിജയിക്കണം. അതിന് ഭഗവത് കൃപ ഉണ്ടാവണം. വേണ്ടേ? ധർമാധർമ്മങ്ങൾ എന്താണെന്ന് അറിയണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? അല്ലയോ വിതുര, അപാരമായിരിക്കുന്ന അന്ധകാരത്തിൽ തന്നെ സൃഷ്ടിച്ചതാരെന്ന് തിരിയുന്ന ബ്രഹ്മാവിൻ്റെ മഹത്തായ കാലം. ഇവിടെ ഇതിന് മുമ്പ് പറഞ്ഞതും ഇതും കൂടിയിട്ട് ചെറിയൊരു സാമ്യമുണ്ട്, പക്ഷേ വളരെ വ്യത്യാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ തിരിയുന്ന ബ്രഹ്മാവിൻ്റെ മഹത്തായ കാലം അങ്ങനെ കഴിഞ്ഞു. എത്ര കാലമാണ് അങ്ങനെ കഴിഞ്ഞത് എന്നുള്ള ആകാംക്ഷയ്ക്ക് 100 സംവത്സരം കഴിഞ്ഞുവെന്ന അർത്ഥത്താൽ സൂചിപ്പിക്കുന്നു. യാതൊരു വിധമായ കാലം പ്രാണികൾക്ക് ഭയത്തെ ജനിപ്പിച്ചും കൊണ്ട് ആയുസ് കുറുകുമ്പോൾ അല്ലേ, വയസ്സാവും തോറും തട്ടിപ്പോവോ വടിയാവോ ഇങ്ങനെ ഒരു തോന്നൽ തോന്നും. തോന്നിയിട്ട് കാര്യമില്ല. തോന്നാണ്ടിരിക്കണമെങ്കിൽ എന്നോ ഞാൻ തയ്യാറാണെന്നുള്ളൊരു ഭാവം മനസ്സിലുണ്ടാവണം. അതിനാണ് പ്രാണപ്രയാണോത്സവം എന്ന് എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചു. പ്രാണൻ്റെ പ്രയാണത്തെ ഉത്സവമായി കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. കുട്ടിക്കാലത്ത് തന്നെ അനായാസേന മരണം സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഇന്നല്ലെങ്കിൽ നാളെ മരണം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ വേദന ഉണ്ടാവും. ആ വേദന ഇല്ലാതെ കൊണ്ടിരിക്കണമെങ്കിൽ വേദനയില്ലാത്ത ഈശ്വരനെ സ്മരിച്ചുകൊണ്ടിരിക്കണം. ഈശ്വരൻ നിരാകാരനാണ്. അതുകൊണ്ടാണ് ഈശ്വരന് വികാരം ഉണ്ടാവാത്തത്. അപ്പോൾ നമ്മുടെ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മമാണ്. ആ ബ്രഹ്മം നിരാകാരനാണ്. അത്രയൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഇത് പഠിക്കണം എന്നുള്ള ഒരു ധാരണ ഉണ്ടാവുക. അപ്പോൾ യാതൊരു വിധമായ കാലം പ്രാണികൾക്ക് ഭയത്തെ ജനിപ്പിച്ചുകൊണ്ട് ആയുസ്സിനെ ക്ഷയിപ്പിക്കുന്നുവോ അത്ര കാലം ബ്രഹ്മദേവൻ തിരഞ്ഞു ശതായു പുരുഷ എന്നുള്ള ശ്രുതിപ്രകാരം 100 ദേവസംവത്സരം എന്ന് സിദ്ധിച്ചു. അതായത് പുരുഷൻ്റെ 100 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ 100 വർഷമല്ല. അതെങ്ങനെ പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈൻ ഇയേഴ്സ് എന്നാണ് പറയുക അതിന്, ദേവന്മാരുടെ വർഷത്തിന്. ഇനി 21-ാമത്തെ ശ്ലോകം. തതോ നിവൃത്തോ അപ്രതിലബ്ധകാമ സ്വദക്ഷ്ണ്യമാസാദ്യ പുനഃസദേവാം ശനൈർജിതശ്വാസനിവൃത്തചിത്തോ നൃഷീദാരൂഢസമാധിയോഗഃ. ആഗ്രഹം സാധിക്കാത്തവനായിട്ട് എന്തായിരുന്നു ബ്രഹ്മാവിൻ്റെ ആഗ്രഹം? തൻ്റെ ഇരിപ്പിടത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനം എവിടെയാണ് എന്താണെന്നറിയണം. അത് സാധിക്കാത്തവനായിട്ട് അതിൽ നിന്ന് മടങ്ങിയവനായി ആ ബ്രഹ്മദേവൻ പിന്നെയും തൻ്റെ അധിഷ്ഠാനത്തെ പ്രാപിച്ചിട്ട്, അതായത് ഇരിപ്പിടം ആ താമരയിൽ പ്രാപിച്ചിട്ട് മെല്ലെ മെല്ലെ ശ്വാസത്തെ ജയിക്കുകയും ചിത്തത്തെ നിവർത്തിക്കുകയും ചെയ്തിട്ട്, എന്ന് പറഞ്ഞാൽ ഓങ്കാരം ജപിക്കുക, ശ്വാസത്തെ ജയിക്കുക, ചിത്തത്തെ നിവർത്തിക്കുക, ചിത്തത്തിലേക്ക് അകക്കണ്ണുകൊണ്ട് ചിത്തത്തിൽ എന്താ നടക്കണമെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ചെയ്തിട്ട് സമാധി യോഗത്തെ ആശ്രയിച്ചിട്ടിരുന്നു. സമാധി യോഗം, ശരീരം ഉണ്ടെന്നുള്ള ധാരണ ഇല്ല, അതന്നെ സമാധി യോഗം. അപ്പോൾ നമുക്കതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കാം. പുറമേ അന്വേഷിച്ചത് കൊണ്ട് തൻ്റെ ഉൽപ്പത്തി സ്ഥാനത്തെ അറിയണമെന്നുള്ള ആഗ്രഹം സാധിക്കാതെ വന്നപ്പോൾ, ശ്രദ്ധിക്കണം,
പുറമെ എന്ത് തിരഞ്ഞാലും കാണില്ല. ഇപ്പം നമ്മൾ ഏറുകൊണ്ട പന്നീനെ പോലെ ഈശ്വരനെ പുറമെയാണ് തേടുന്നത്, കാണില്ല. വിഗ്രഹങ്ങളുണ്ടാവും. എന്താണർത്ഥം? വിശേഷേണ ഗ്രഹിക്കേണ്ടത്. അപ്പോൾ ബാഹ്യത്തെ തിരയാതെ കണ്ട് ഗൂഗിൾ നോക്കിയിട്ട് എവിടെയൊക്കെ ക്ഷേത്രങ്ങളുണ്ടെന്ന് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെന്ത് വേണം? തൻ്റെ പ്രാണഗതിയെ ജയിച്ച് തൻ്റെ ചിതാകാശ ഗുഹയിൽ വർത്തിക്കുന്ന ബ്രഹ്മചൈതന്യത്തിനെ മനസ്സിലാക്കണം. അതിൻ്റെ രൂപം എന്താ? ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. ഒരു തേജോപുഞ്ചാണത്. കാണാൻ ബുദ്ധിമുട്ടാണ്, അനുഭവിക്കാൻ പറ്റും. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ സാധിക്കാതെ വന്നപ്പോൾ ആ പ്രവൃത്തിയെ മതിയാക്കിയ ആ ബ്രഹ്മദേവൻ രണ്ടാമതും തൻ്റെ വാസസ്ഥാനമായ കമലത്തിൽ, താമരയിൽ വന്നിരുന്നു. അന്തർഭാഗത്തിൽ അന്വേഷിപ്പാൻ വേണ്ടുന്ന പ്രവൃത്തി ആരംഭിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഭാഗവതം എന്നുള്ളൊരു ശാസ്ത്രീയ ഗ്രന്ഥമാണ്. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇതേവരെ ഏതെങ്കിലും ഒരു സത്സംഗത്തിൽ സാധിച്ചിട്ടുണ്ടോ? അപ്പം നിങ്ങളുടെ ഈ ഗ്രന്ഥം ആധികാരികമായിട്ടുള്ള ആഖ്യാനം എഴുതിയ ഗ്രന്ഥമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ശബ്ദകോലാഹലം കൊണ്ട് വായിക്കാറായി നിങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റി. അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. വായിക്കാൻ പഠിക്കല്ല, വായിച്ചു പഠിക്കണം. എന്ത് വായിച്ചു പഠിക്കണം? ആഖ്യാനം വായിച്ചു പഠിക്കണം. പിന്നെ മെല്ലെ ശ്ലോകത്തിലേക്ക് കടന്നാൽ മതി. കാരണം അവരവരുടെ മാതൃഭാഷയിൽ ഇൻ പ്ലെൻറ്റി ധാരാളം ആഖ്യാനങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ച് പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ ആഖ്യാനം വളരെ കേമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ശ്വാസങ്ങളെ ക്രമത്തിൽ അടക്കി മറ്റു വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെയും പിടിച്ചടക്കി, അതാണ് ഈ നിഷ്കാമം എന്ന് പറഞ്ഞത്. തൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായ വസ്തുവേദോ അതിനെ സാക്ഷാത്കരിക്കണം എന്നുള്ള ദൃഢഭാവനയാകുന്ന സമാധിയോഗത്തെ പ്രാപിച്ചു എന്നാ. അത് കഴിഞ്ഞിട്ട് 22-ാമത്തെ ശ്ലോകം. കാലേന സ അജ പുരുഷായുഷാഭി പ്രവൃത്തയോഗേന വിരൂഢബോധ സ്വയം തദന്തർഹൃദയേ അവഭാതം പശ്യതയെന്ന പൂർവം. ഇതാണ് ശ്ലോകം. ഇതിൻ്റെ വാക്കാർത്ഥം: 100 സംവത്സരത്താൽ അഭ്യസിച്ച യോഗത്താൽ അദ്ദേഹം തപസ്സത്ര ചെയ്തു. 100 വർഷം, ഡിവൈൻ ഇയേഴ്സ്. യോഗത്താൽ ബോധത്തോടു കൂടിയവനായിട്ട് ആ ബ്രഹ്മദേവൻ യാതൊന്നിനെ ഇതിന് മുമ്പ് കണ്ടില്ലയോ അതിനെ ഹൃദയമധ്യത്തിൽ താനേ തന്നെ പ്രകാശിക്കുന്നതായിട്ട് കണ്ടു. അതായത് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന ഈ തേജോപുഞ്ചത്തിനെ അറിയാൻ ബ്രഹ്മദേവൻ 100 ഡിവൈൻ ഇയേഴ്സ് തപസ് ചെയ്തു. അപ്പോൾ നമ്മുടെ സ്ഥിതി എന്തായിരിക്കണം? അതാണ് ഭാഗവതം ജന്മാന്തരേ പുണ്യം എന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പറഞ്ഞാൽ? അനേക ജന്മങ്ങളിൽ സ്വരൂപിച്ചിട്ടുള്ളതായ പുണ്യം കൊണ്ടാണ് സത്സംഗത്തിനിട വരിക. അല്ലാണ്ട് ഈ ജന്മത്തിൽ തന്നെ അങ്ങനെ വാശി പിടിക്കാൻ പറ്റില്ല. എത്രയോ ജന്മത്തിൽ ചെയ്ത പുണ്യം. അതായത് പായസം നല്ല മധുരമുണ്ട്, പാൽപ്പായസം, പാലടപ്രഥമൻ. പക്ഷേ ആ പാലിങ്ങനെ തിളച്ച് കുറുകി വരണം. അപ്പോഴാണ്, അല്ലാണ്ട് വെറുതെ ബിസ്ക്കറ്റോ ചില പിന്നെ മൈദമാവൊക്കെ കലക്കിയിട്ട് അങ്ങനെ ആയാലൊന്നും പാലടയാവില്ല. അപ്പോൾ ഏതൊരു കാര്യത്തിൻ്റെയും പിന്നിൽ നിതാന്തമായിട്ടുള്ള എഫർട്ട്സ് ഉണ്ട്. പരിശ്രമമില്ലാതെ കൊണ്ട് ഒരു കാര്യം നടക്കില്ല. ആ പരിശ്രമത്തിൻ്റെ ഫലം ആണ് റിസൾട്ട്. ആ റിസൾട്ട് എന്താ? ഈശ്വരാധീനം ആയിരിക്കണം. കയ്യിൽ കാശുണ്ടായതുകൊണ്ട് ഈശ്വരാധീനം വന്നോളണമെന്നില്ല. ഏത് തന്ത്രിനെയും നമ്മൾക്ക് നമസ്കരിക്കാം കാശുണ്ടെങ്കിൽ, അതുകൊണ്ടായില്ല. പറഞ്ഞ മനസ്സിലല്ലേ? അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും.
100 സംവത്സര അല്ല അത് പറഞ്ഞു. അപ്പോൾ ഭഗവത് സാക്ഷാത്കാരത്തിന് ക്രിയാകലാപങ്ങൾ പോരാ. അതാ ഞാൻ പറഞ്ഞതാണ്, ക്രിയാകലാപങ്ങൾ, ആ കർമ്മം ഈ കർമ്മം. ഭഗവത് സാക്ഷാത്കാര ക്രിയാകലാപങ്ങൾ പോരാ, ധ്യാനം തന്നെ വേണം എന്ന് ധരിക്കണം. അപ്പോൾ ധ്യാനം വേണമെന്ന് ഒരാചാര്യൻ എങ്ങനെ ധൈര്യമായിട്ട് പറയുക? കാരണം നമ്മൾ ഈ 7 ദിവസമല്ലേ, 7 ദിവസത്തിൽ ഒരാൾ ആചാര്യൻ പറഞ്ഞത് അത്ര കേൾക്കുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് ഉണ്ടാക്കും. നമ്മൾ ഭാഗവതം പഠിച്ചു അങ്ങനെ പോരാ. പൂർണ്ണക്ഷയം. അടുത്ത ശ്ലോകം മൃണാളഗൗരായത ശേഷഭോഗ പര്യങ്കയേകം പുരുഷം ശയാനം ഫണാതപത്രായുധമൂർധരത്നദ്യുബിർഹതദ്വാന്തയുഗാന്തതോയേ. ഫണങ്ങളാകുന്ന ആതപത്രത്തോടു കൂടിയ മൂർധാക്കളിലുള്ള രത്നങ്ങളുടെ പ്രകാശങ്ങളാൽ, അതായത് അനന്തശായി ആയിട്ടാണ് ഭഗവാൻ ഇരിക്കണത് അല്ലേ? അപ്പോൾ ആ അനന്തൻ്റെ 1000 ശിരസ്സുകളിലുള്ള രത്നങ്ങളുടെ ശോഭയിൽ അന്ധകാരം നീങ്ങിയിരിക്കുന്ന യുഗാന്ത ജലത്തിൽ, അതായത് ഈ പ്രളയം കഴിയാറായിരുന്നു, താമരത്തണ്ട് പോലെ ശുഭ്രമായും നീണ്ടുമിരിക്കുന്ന ശേഷശരീരമാകുന്ന ശേഷശയ്യയിൽ കിടക്കുന്ന ഏകനായ പുരുഷനെ കണ്ടു. എവിടെ കണ്ടു? ഹൃദയമധ്യത്തിൽ, ഈ തേജോപുഞ്ചം, അവിടെയാണ് പള്ളി കൊള്ളണത്. ആർക്കും തെരഞ്ഞാൽ കിട്ടാത്ത സ്ഥലത്ത് എന്നാണ് പറയുക. പക്ഷേ ഋഷീശ്വരന്മാർ നമ്മൾക്ക് അനുഭവപൂർണമാക്കി തരണം, അനുഭവവേദ്യമാക്കി തരണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോകാം. ബ്രഹ്മദേവൻ സമാധിയിൽ അന്തർഭാഗത്തിൽ കണ്ട പുരുഷോത്തമ സ്വരൂപത്തെ 9 ശ്ലോകം കൊണ്ട് വർണ്ണിക്കണം. ഭഗവാനെ വർണ്ണിക്കണം 9 ശ്ലോകം കൊണ്ട്. ആതപത്രം പോലെ വിസ്തീർണമായ, അതായത് ആലവട്ടം എന്നൊക്കെ പറയും, വിസ്തീർണമായ ശിരസ്സുകളിലുള്ള രത്നങ്ങളുടെ പ്രഭനിമിത്തം അന്ധകാരം നശിച്ചിരിക്കുന്ന യുഗാന്ത ജലത്തിൽ താമരവളയം പോലെ ധവള, അതായത് താമര ട്യൂബിൻ, ലോട്ടസ് ട്യൂബ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നല്ല വെളുത്തിട്ടുണ്ടാവുക, ധവള നിറത്തിലിരിക്കുന്ന ആയതമായ ആദിശേഷ ശരീരമാകുന്ന ശയനത്തിൽ കിടക്കുന്ന ഏകനായ പുരുഷനെ ബ്രഹ്മാവ് കണ്ടു എന്നാണ് പറഞ്ഞത്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.